ഞാൻ വളരെ കൃത്യമായി പറയാം. ജൂബിലി മിഷൻ ആശുപത്രിയോട് ഞാൻ പറയുന്നു, തൃശ്ശൂർ മറ്റ് ആശുപത്രിയിൽ വെച്ച കരാറുണ്ട്. ആ കരാർ നടപ്പിലാക്കിയാൽ നാളെ അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ ഈ സെക്കൻഡ് 32,700 നിങ്ങൾ അവിടെ 32,700 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ട് ഒരു സ്റ്റാഫ് അവിടെ കയറുമ്പോ അവർക്ക് കൊടുക്കേണ്ട തുകയാണ് 32,700. പിന്നെ ട്രെയിനിങ് സമ്പ്രദായം അവസാനിപ്പിക്കണം. ഈ രണ്ട് കാര്യം പറഞ്ഞ് പിന്നീട് ഓരോ കാറ്റഗറി വെച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നവർക്ക്, അതായത് ഇത്ര അൺസെക്യൂർഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സപ്രസ്ഡ് ആയിട്ട് ഈ നഴ്സിംഗ് മേഖല ഇങ്ങനെ സാലറി സംഭവം ഒക്കെ വിഷയങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് വിദേശത്തേക്കുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റോൺ ആയിട്ടാണ് മാനേജ്മെന്റ് ഇതിനെ കാണുന്നത്. അതായത് കുട്ടികൾ പഠിക്കുന്നു പറയട്ടെ, 16,000 പേര് പഠിച്ചിറങ്ങുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ നഴ്സിംഗ് മേഖല. പക്ഷെ ഇവിടെ നമ്മൾ എത്ര കേരളത്തിൽ വളരെ ലംസം ആളുകളെ നിൽക്കുന്നുള്ളൂ. കാരണം റീസൺ ഈ മേഖലയിലെല്ലാം വലിയ ഉച്ച നീചത്വങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുടെ സമരത്തിലേക്ക് വരേണ്ടി വന്നത്. ഇവരുടെ സമരത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുക. പറയട്ടെ, നിങ്ങളുടെ സമരത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുകയും നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയാൽ പോരെന്ന് ബാധിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ മേഖല ഇങ്ങനെ സപ്രസ് ചെയ്യപ്പെടാൻ അതിന് കാരണം ഇവിടെ ഇതിനൊരു പരിഹാരം എന്ന് അതാണല്ലോ ഇപ്പൊ എന്നോട് ചോദിച്ചതിന്റെ ചോദ്യം. പരിഹാരം ഇതിന് പ്രോപ്പർ ആയിട്ട് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി പോലെ അല്ലെങ്കിൽ ഒരു ഓംബുഡ്സ്മാൻ പോലെ ഒരു ബോഡി ഗവൺമെന്റ് മേഖലയിൽ ഇത് ഉണ്ടാകണം. അത് വ്യക്തമായിട്ടൊരു പോളിസി ഗവൺമെന്റ് ഉണ്ടാക്കണം. ഒരു പോളിസി ഉണ്ടാവണം. ആ പോളിസി ഉണ്ടാകുമ്പോൾ ചട്ടങ്ങൾ ഉണ്ടാകും, റൂൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് ഇവരെ ചൂഷണം ചെയ്യില്ല. ഇവരിപ്പോ ചോദിച്ചേക്കുന്ന സാലറി മാത്രമേ ഉള്ളൂ. ഇവര് ചോദിക്കാത്ത പേര് വലിയ വലിയ സംഭവങ്ങൾ കിടപ്പുണ്ട്. അത് ഈ മാനേജ്മെന്റ് മനസ്സിലാക്കിയിട്ട് തരും. ചോദിക്കുന്ന അപ്പൊ തന്നെ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നതാണ് മാനേജ്മെന്റ് ബുദ്ധി. അതിന് കാരണം ഈ അക്യൂറ്റി പേഷ്യന്റ് അക്യൂറ്റി റേഷ്യോ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിൽ വരാൻ കിടക്കുന്നുണ്ട്. അതെല്ലാം ഒരുപാട് ചോദിക്കാനുണ്ടോ ഇവർക്ക്? നഴ്സിംഗ് സമരത്തില് ആശുപത്രികള് അഫക്റ്റഡ് ആയിട്ടുണ്ട്. 60 ആശുപത്രികൾ സൈൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, കോർപ്പറേറ്റ് ആശുപത്രികളെല്ലാം സൈൻ ചെയ്യാം. ഞങ്ങൾ സൈൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ സംസാരിച്ച മിഷണറി ആശുപത്രികളില് ആരും സൈൻ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. മൂന്നാമത്തെ ഒരു പോയിന്റ്, 32,700 ശമ്പളം കൊടുത്താൽ സമരം നിർത്തോ? എന്നാൽ നമുക്ക് 10 ദിവസം മുമ്പ് നിർത്തായിരുന്നു. ഞങ്ങൾ 32,700 2023 മുതൽ കൊടുത്തു. വളരെ കറക്റ്റ് ആണ്. 32,700 രൂപ പ്രഷർക്ക് കൊടുക്കുകയും ട്രെയിനിങ് സമ്പ്രദായം അവസാനിപ്പിക്കുകയും നിലവിലെ ട്രെയിനിങ് സമ്പ്രദായത്തിൽ ഇവരെടുത്ത ആളുകളെ റെഗുലറൈസ് ചെയ്യുകയും ചെയ്യുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓരോ കാറ്റഗറിക്കും സ്ലാബ് വെച്ചിട്ടുണ്ട് അവിടെ. ആ സ്ലാബ് പ്രകാരമുള്ള ശമ്പളം അൺസയന്റിഫിക് ആണ്. 800 ബെഡും 500 ബെഡ് എന്ന് പറയുന്നത് ലോകത്തിൽ ഒരിക്കലും സാലറി ഫിക്സ് ചെയ്യാൻ അങ്ങനെ ക്രൈറ്റീരിയ ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.